മെസ്സി, അർജന്റീന, ഹാട്രിക്, ഈ 3 വാക്കാണ് ഇന്ന് എല്ലായിടത്തും ട്രെൻഡിങ്. കാരണം ഒരു ദിവസം എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യും. ഒരു നല്ലൊരു തുടക്കം കേരളക്കാരൊക്കെ ഒന്നാകെ സമ്മാനിച്ച ആ ഒരു ദിവസമാണെന്ന്. അപ്പം എന്തായിരുന്നു ഈ ഒരു മത്സരത്തിന്റെ ഒരു ആകത്തുക? എന്തായിരുന്നു അർജന്റീനയുടെ ഒരു പ്ലാൻ? അതിലൊന്നും പറയാനില്ല. മെസ്സി എന്നുള്ളത് തന്നെയാണ് ആകത്തുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ 2022 വേൾഡ് കപ്പ് ഖത്തറിൽ നമ്മൾ ലുസൈൽ സ്റ്റേഡിയത്തിൽ ആ കപ്പ് ഉയർത്തിയിട്ട് പോയ സമയത്ത് എല്ലാവരും പറഞ്ഞ കാര്യം മെസ്സിയുടെ ഒരു അവസാന വേൾഡ് കപ്പ് എന്ന തരത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു. ഇനി അടുത്ത വർഷം ഉണ്ടെങ്കിൽ തന്നെ മെസ്സി തന്നെ പറഞ്ഞത് എൻ്റെ ശരീരം അനുവദിക്കാമെങ്കിൽ, എൻ്റെ ഫിസിക്ക് അനുവദിക്കാമെങ്കിൽ കളിക്കാൻ നോക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കരുതി വെച്ചാൽ ഒരു വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ തന്നെ മെസ്സി ഒരു സാന്നിധ്യമായിട്ട് ടീമിലുണ്ടാവും, അല്ലാതെ മെയിൻ പ്ലെയർ ആയിട്ടുണ്ടാവില്ല. മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്കലോനി കൊണ്ടുവന്നിട്ടുള്ള ഒരു യങ് ടീമിനെ അത് മെയിൻ ടീമായി വളർത്തിയെടുക്കുക, മെസ്സി ഒരു 70-80 മിനിറ്റിലൊക്കെ ഇറങ്ങിയിട്ട് കളിക്കാൻ തരത്തിലുള്ള ഒരു അങ്ങനെ അതായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം മെസ്സി എന്തായിരുന്നു മാച്ചിൽ നിന്ന് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ മെസ്സിയെ വെച്ചിട്ടാണ് സ്കലോനിയുടെ പ്ലാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. 4-4-2 എന്ന ഫോർമേഷൻ ആണെങ്കിൽ പോലും മെസ്സി ഡീപ്പായിട്ട് ഇറക്കി കളിക്കുന്നു, ഡിഫൻഡർമാർക്ക് ആകെ കുഴപ്പത്തിലാക്കുന്നു, ടീമിനെ സ്വയം എന്ത് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു. ആ തരത്തിലുള്ളൊരു കളിയായിരുന്നു ഉണ്ടായിരുന്നത്. മെസ്സിന് 3 ഗോളുകൾ അടക്കട്ടെ, ആ ഗോളിനേക്കാൾ കൂടുതൽ മെസ്സിൻ്റെ പൊസിഷനിങ്, അയാൾ ഒരു അറ്റാക്കിംഗ് പ്ലെയറായിട്ട് വന്ന് മെസ്സി കളിച്ചത് മൊത്തത്തിൽ ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ലൈൻ മുതൽ എതിർ ബോക്സ് വരെ, അല്ലെങ്കിൽ സ്വന്തം ഡി സർക്കിൾ മുതൽ എതിർ ടീമിൻ്റെ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർമാരുടെ ഒരു പൊസിഷനിങ് ലെവലാണ് മെസ്സി കളിച്ചിട്ടുള്ളത്. അതിനൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിച്ചതിനകത്ത്. ഒന്ന്, എതിർ ടീമിൻ്റെ അൾജീരിയൻ ടീമിൻ്റെ ഡിഫൻഡേഴ്സ് അവർക്ക് ചോയ്സ് ഭയങ്കര ടഫായി. കാരണം അവർ മെസ്സിയെ മാർക്ക് ചെയ്യണോ, അല്പം കയറി വന്ന് മെസ്സിയെ മാർക്ക് ചെയ്യണോ, അതോ സിറ്റ് ബാക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ആ കൺഫ്യൂഷനിൽ നിന്നാണ് മെസ്സിൻ്റെ ആദ്യത്തെ ഗോള് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസിനോട് അർജന്റീന തോറ്റു പുറത്താവും. അന്ന് കമൻട്രി ബോക്സിൽ പറഞ്ഞ കാര്യമുണ്ട്, മെസ്സി ഒരുപക്ഷെ അടുത്ത വേൾഡ് കപ്പ് കളിച്ചേക്കില്ല, കാരണം അന്ന് അയാൾക്ക് 34-35 വയസ്സാകും. ആ ഒരു സമയത്ത് അർജന്റീനയുടെ കൂടെ ഈ ഒരു ടീമിനെ ക്യാരി ചെയ്യാൻ മെസ്സിയെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ വേർഡ്സൊക്കെ തിരുത്തി പറിച്ചു. 2022 മെസ്സി കപ്പ് ഉയർത്തി, വീണ്ടും ഒരു വേൾഡ് കപ്പ് കൂടി കളിച്ചു, അതിലാണ് ഹാട്രിക് നേടി. എന്താണ് ഈ ഒരു അവസരത്തിൽ മെസ്സിയുടെ ഒരു ഗെയിമിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക്? ഫസിയെ, ഇതിനകത്തെ കപ്പ് അല്ലെങ്കിൽ ഹിസ്റ്ററി, മൈൽ സ്റ്റോൺ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഫുട്ബോളിനോടുള്ള അയാളുടെ ഒരു ഡെഡിക്കേഷൻ, അർപ്പണം, അതാണെന്ന് തോന്നുന്നു അയാളുടെ ഒരു മെയിൻ സാധനമായിട്ട് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ 2021 കോപ്പ നേടിക്കൊണ്ട് അയാൾ ഈ അന്താരാഷ്ട്ര കിരീടമില്ലാത്തതിൻ്റെ ഒരു കുറവന്ന് പരിഹരിച്ചു. പിന്നെ 2025 കോപ്പയിലും വന്നു, കോൺസിക്യൂട്ടീവ് കോപ്പ വീണ്ടും നേടി. അപ്പോൾ രണ്ടാമത്തെ കോപ്പ 2025 കോപ്പയിൽ അയാൾ വീണ്ടും കരഞ്ഞൊരു മുഹൂർത്തം ഉണ്ടല്ലോ, ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. വെച്ചാൽ എത്രാം മിനിറ്റിൽ കയറ്റിയപ്പോഴാണ് കരഞ്ഞത്? കാലിന് പരിക്ക് പറ്റി കയറുമ്പോൾ അയാൾക്ക് ഫുൾ ടൈം ആ ക്രൂഷ്യൽ മൊമെൻറ്റിൽ, ക്രൂഷ്യൽ മാച്ചിൽ ഫുൾ ടൈം കളിക്കാൻ പറ്റാത്തതിന് കരഞ്ഞ, ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങിയ കണ്ണുകളുമായി ശരിക്കും കരഞ്ഞ ബെഞ്ചിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന ഒരു മെസ്സിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ ഡെഡിക്കേഷൻ്റെ പീക്കാണ്. എന്ന് വെച്ചാൽ അങ്ങനെ അന്ന് ആ മാച്ചിൽ കരയേണ്ട എന്താവശ്യം അയാൾക്കുള്ളത്? ഒരാവശ്യമല്ല. അയാളുടെ കയ്യിൽ കോപ്പയുണ്ട്, വേൾഡ് കപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ കോപ്പ നിലനിർത്തി. അധികാര തുടർച്ചയാണ് കോപ്പയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അമേരിക്കയിലേക്ക് വെറുതെ വന്നതല്ല എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇത് ഈ കപ്പ് വരുമായിരിക്കും, പോവുമായിരിക്കും, പക്ഷേ ഈ അർപ്പണം ഉണ്ടല്ലോ, ഈ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, പീക്ക് ലെവൽ ഡെഡിക്കേഷൻ, ഈ 39ാമത്തെ വയസ്സിൽ അതിൻ്റെ എൻഡിൽ വീണ്ടും ഒരു കിരീടം വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ സൂചന തന്നെയല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അയാൾ വീണ്ടും 6ാമത്തെ ലോകകപ്പിൽ ഒരുപാട് മൈൽ സ്റ്റോൺ അയാൾ പിന്നിട്ടു. 2006 ലോകകപ്പിൽ ഇതേപോലെ ഒരു ജൂൺ 16 ആദ്യത്തെ ഗോൾ നേടുന്നത്, അരങ്ങേറ്റ മത്സരത്തിൽ. ഇന്ന് ജൂൺ 17 അമേരിക്കയിൽ 16 ആ യെസ്. അപ്പോൾ അത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. ആ 16 വരുമ്പോൾ വീണ്ടും 16ാമത്തെ ഗോള് അടിക്കുന്നു. എംബാപ്പയായിട്ടുള്ള ഒരു വൈരം ഉണ്ടല്ലോ, ഒരു ഹിസ്റ്റോറിക്കൽ വൈരം എന്ന് ഇപ്പോൾ നമുക്കതിനെ പറയാം. ഇന്നലെ അയാൾ വന്ന് 2 ഗോൾ അടിച്ച് മെസ്സിയുടെ മുന്നിൽ കയറുന്നു. മെസ്സി അടുത്ത മാച്ച് വന്നിട്ട് ഹാട്രിക്കാണ്. അപ്പോൾ ഈ അയാൾക്കൊരു ഹാട്രിക്കിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് നമ്മളാരും ഓർത്ത് വെച്ചില്ലെന്നേ. അയാൾക്ക് ലോകകപ്പിൽ ഒരു ഹാട്രിക്കിൻ്റെ കുറവുണ്ടായിരുന്നു, നമ്മൾ ഓർത്ത് വെച്ചില്ല. പക്ഷേ അയാൾക്ക് അത് ഓർമ്മ ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും ഒരു ഗംഭീര സ്റ്റാർട്ടാണ്, ഒരു സ്വപ്നതുല്യമായ തുടക്കമാണ്. ഫുട്ബോൾ ആരാധകർക്ക് ആഘോഷിക്കാനും ആസ്വദിക്കാനും, ഈ തലമുറക്ക് ആസ്വദിക്കാൻ ഇതിലും കൂടുതലായിട്ടൊന്നും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അവസാനത്തെ ലോകകപ്പ് 94 ലോകകപ്പിലാണ് മറഡോണ അവസാനത്തെ വേൾഡ് കപ്പ്, അത് അമേരിക്കയിൽ.
അതേ അമേരിക്കയിൽ വെച്ച് തന്നെ ലയണൽ മെസ്സി അവസാനത്തെ വേൾഡ് കപ്പ് കളിക്കുകയാണ്. അമേരിക്കക്കും അഭിമാനിക്കാം, ഈ തലമുറയ്ക്ക് അഭിമാനിക്കാം, ഒപ്പം തന്നെ ആസ്വദിക്കാൻ ആഘോഷിക്കാൻ ഒരുപാട് വക ഇന്നത്തെ മാച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ മെസ്സിയോളം നമ്മൾ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട പേരൊന്ന് ഡിപ്പോളിൻ്റെ പേരാണ്. കാരണം നമ്മൾ ഡിപ്പോൾ കരിയറിൽ നല്ലൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ഒരു 31-ാമത്തെ വയസ്സിലൊക്കെ നിൽക്കുമ്പോഴാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ട് മയാമിയിലേക്ക് മെസ്സിയുടെ കൂടെ കളിക്കണം അല്ലെങ്കിൽ മെസ്സിക്ക് ഒപ്പം നിൽക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ കൂടി പുറത്ത് ആൾ മയാമിയിലേക്ക് കയറുന്നത്. അപ്പം ഈ ഒരു മത്സരത്തിൽ ഡിപ്പോളിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ട്. ഒരുപക്ഷെ മെസ്സിയുടെ ഹാട്രിക്ക് കാരണം പലപ്പോഴും ഡിസ്കഷനിൽ പോലും വരാതെ പോയൊരു അസിസ്റ്റാണ്. ഡിപ്പോളിൻ്റെ ഈ ഒരു മത്സരത്തിലെ ഒരു പ്രകടനം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? 22 കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദിയോട് ആദ്യത്തെ കളി തോറ്റു. മെക്സിക്കോയോട് ആദ്യത്തെ ഗോൾ, ആ ഒരു ഓപ്പണർ ഗോള് അതിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ആ അസിസ്റ്റ് ഡിമരിയുടെ അസിസ്റ്റാണ്. സെയിം എന്നത് ഡിപ്പോളിൻ്റെ അസിസ്റ്റ് അതേപോലെ. അത് ഒന്ന് ഡിമരിയുടെ അസിസ്റ്റ് റൈറ്റ് വിങ്ങിൽ നിന്നായിരുന്നു, ഇത് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഡിപ്പോൾ. അപ്പോൾ ഡിമരിയുടെ ഒരു അഭാവം ഇന്നത്തെ മാച്ചിൽ നമ്മൾ പല നിലക്ക് വിലയിരുത്തുമ്പോഴും ഒരു വിധം അയാളുടെ പൊസിഷനൽ അല്ല എങ്കിൽ കൂടി ഒരു വിധം അത് പരിഹരിച്ചത് ഇന്ന് ഡിപ്പോളായിരുന്നു. അപ്പോൾ ഡിപ്പോൾ എന്തിന് അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണല്ലോ നമ്മൾ കുറേ കാലമായിട്ട് സംസാരിക്കുന്നത്. ഡിപ്പോള് മെസ്സിയോടൊപ്പം മെസ്സി അയാളുടെ ഒരു എന്താ പറയുക, അയാളുടെ ഒരു കരിയറിലെ വല്ലാത്തൊരു ഇറ പിന്നിടുകയാണെങ്കിൽ ഡിപ്പോളും അതിന് ചേർന്നുകൊണ്ട് ഹിസ്റ്ററിയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ നമ്മൾ ഡിപ്പോളിനെ ഇന്നലെ ഒരു ഫോർമേഷൻ പ്രഡിക്ഷനിൽ നമ്മൾ പറഞ്ഞ ഡിപ്പോളിനെ സെൻട്രലിൽ ഇടും, കാലിസ്റ്റപ്പറും എൻസോപ്പറും. പക്ഷേ മെസ്സിക്കൊപ്പം ബാക്കിലാണ് ഇട്ട് കൊടുത്ത്, അതേ ലൈനിൽ കൂടെ വെച്ചു കൊടുത്തേക്കാണ്. ഹാർട്ടും എഞ്ചിനും ഒരേ ലൈനിൽ വെച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ മെസ്സി ഉള്ള ടീമിൽ വേറൊരു പ്ലാനും സ്കലോണിക്കില്ല. ഈ വേൾഡ് കപ്പിലും മെസ്സി ഫുൾ സ്വിങ്ങിലുണ്ട്, അതുകൊണ്ട് നോ അതർ പ്ലാൻ. അതെ, ഡീപോളിൻ്റെ വേറെ സംഭവത്തിന് ഡീപോൾ ഈ മൈതാനത്തുള്ള ഇതിനേക്കാൾ മെസ്സി ഒരു പേഴ്സണൽ ഒരു കണക്ട് മെസ്സിയുമായിട്ടുണ്ട്. കാരണം ഒരു ഫസി പറഞ്ഞ പോലെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒരു അമേരിക്കൻ ലീഗിലേക്ക് പോകണം മെസ്സി പോകുന്നതിന് കാരണം മെസ്സിൻ്റെ ഒരു ഏജ് ഒരു ഫാക്ടറാണ്. പിന്നെ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഡിപ്പോളിന് ആൾ 31 സമയത്ത് പിന്നെ ആൾ കരിയർ പ്രൈമിൽ നിൽക്കുന്ന, അതും അത്ലറ്റിക്കോ നിൽക്കുന്ന സമയത്ത് മെസ്സി മറ്റേ ഇന്റർ മിയാമിക്ക് പോകണമെങ്കിൽ അത് ആക്ച്വലി അതൊരു ഫുട്ബോൾ ഡിസിഷൻ മാത്രമായിരുന്നില്ല. മെസ്സി അയാൾക്കൊരു ആരാധ്യ പുരുഷനാണ്. കാരണം പിന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മെസ്സിയുടെ ബോഡി ഗാർഡ് ആളെ പറ്റി പറയാറുണ്ട്. പിന്നെ അർജൻറ്റീനയുടെ കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് അർജൻറ്റീനയുടെ ഈ പിന്നെ പ്രീ മാച്ച് സമയത്തൊക്കെ എല്ലാ സമയത്തും മെസ്സിയുടെ കൂടെയാണ് ഡീപ്പോൾ ഒരു ഫാനിനെ പോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഫാൻ മൂവ്മെൻ്റാണ് അയാളെ സത്യം പറഞ്ഞിട്ട് ഒരു നമ്മളൊക്കെ മെസ്സിയുടെ ഒരു ആരാധകർ പുറത്ത് കളി കണ്ട് ഫാൻ മൂവ്മെൻറ്റ് എൻജോയ് ചെയ്യുമ്പോൾ ഇയാൾ കളിക്കളത്തിൽ നിന്നുകൊണ്ട് ആ ഫാൻ മൂവ്മെൻറ്റ് എൻജോയ് ചെയ്യണം. അപ്പോൾ ഈ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വേൾഡ് ക്ലാസ് അസിസ്റ്റാണ്. കാരണം ഈ അതുവരെ ഇല്ലാത്തൊരു പിന്നെ ഒരു ചാനൽ അവിടെ കിടക്കുന്നുണ്ട്. ആ ചാനലിലൂടെയാണ് പാസ് കൊടുത്തതും മെസ്സി അത് അതിമനോഹരമായി ഗോളാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ ഒന്ന് മെസ്സിയും ഡിപ്പോളും തമ്മിലുള്ള മനപ്പൊരുത്തം, ഡിപ്പോളിന് മെസ്സിയോടുള്ള ഒരു ആരാധന, ഇതൊക്കെ വലിയൊരു ആ ഒരു കാര്യം കൂടി ഈ ഗോളിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ അർജന്റീന ആരാധകർ ഈ ഒരു മത്സരത്തിൽ ഡിമരിയെ മിസ് ചെയ്തോടത്തോളം ബാക്കി ആരെയും മിസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ആ ഇടത് വിങ്ങിൽ അൽമാഡയെ പോലത്തെ ഒരു യുവതാരം ഉണ്ടായിട്ടും ഡിമരിയുടെ ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ഡിമരിയെ കൊടുക്കുന്ന ഒരു പ്രസൻസിനെ കവറപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അൽമാഡയ്ക്ക് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അതിനോളം പോകുന്ന ഒരു ഡെലിവറി നൽകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതൊരു പ്രകടനം വെച്ചിട്ട്. അൽമാഡ ഇച്ചിരി കൂടെ മുക്കാനുണ്ട് അല്ലേ, മിസ്സിങ് വെരി ബാഡ്ലി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതെ, ഡിമരിയെ വല്ലാതെ മിസ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ കൂടി ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഡിമരിയെ എവിടെയൊക്കെയോ മെസ്സി തിരയുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നി. എന്ന് വെച്ചാൽ മെസ്സിയെ ഡിഫൻസ് പൂട്ടുകയാണെങ്കിൽ ഇപ്പുറത്ത് ആ പോട്ട് തുറക്കാനുള്ള അർജൻറ്റീനയുടെ ഒരേ ഒരു ആയുധം എന്ന് പറഞ്ഞത് ഡിമരി ആയിരുന്നല്ലോ. ഡീപ്പിലേക്ക് മെസ്സിക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ ഫിനിഷറാവാനും പിന്നെ മുന്നിലേക്ക് കയറാനും കഴിയുന്ന ഒരാളായിരുന്നു ഡിമരിയ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മെസ്സിയുടെ ചലനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ മുഖത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കളിക്കാനും ഇറങ്ങാനും കയറാനും ഒക്കെ കഴിവുള്ള ഡിമരിയ എന്ന് വെച്ചാൽ പിന്നെ ഫൈനൽ തേർഡിൻ്റെ ആ ഭാഗത്ത് എവിടെയും ഡിമരിയ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അങ്ങനെ പിന്നെ ഒഴുകിപ്പരന്ന് കളിക്കുന്ന ഒരാളുടെ സാന്നിധ്യം നിശ്ചയമായും അർജൻറ്റീനയ്ക്ക് ഈ ലോകകപ്പിൽ അത് വലിയ വെല്ലുവിളിയാണ്. അതിനെങ്ങനെ കവറപ്പ് ചെയ്യുന്നുള്ള അൽമാഡ ഒരു പക്ഷേ ആ പൊസിഷനിലേക്ക് ആ ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് വരുമായിരിക്കും, പക്ഷേ കുറച്ചുകൂടി സമയമെടുക്കണം. അപ്പോൾ അതൊരു പക്ഷേ ആ ഒരു കുറവ് മെസ്സിയെ തിരിച്ചറിയുന്നുണ്ടാവണം. ഇന്ന് കുറെ കൂടി മെസ്സിയെ ഇറങ്ങി സ്വന്തം നിലക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടു. അപ്പോൾ അൽമാഡക്ക് കഴിയുന്നില്ല
എന്നൊരു തോന്നൽ അയാൾക്ക് തന്നെ ഉണ്ടായതുപോലെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് വന്നു. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ സ്കലോണിയോ അത് മനസ്സിലാക്കുന്നുണ്ടാകണം. ഡിമാരിയ പോലെയുള്ള ഒരു പ്ലെയറിൻ്റെ റീപ്ലേസ്മെൻറ്റ് നിശ്ചയമായും ആ ടീമിന് വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ അറ്റാക്കിങ്ങിൽ ഇന്ന് നമ്മൾ കണ്ടത് ലൗതാരോ മാർട്ടിനസ് ഉള്ള ഒരു താരമാണ്. ആ താരം ക്ലബ്ബിൽ നല്ലൊരു ക്ലബ് കരിയർ കഴിഞ്ഞാൽ നല്ലൊരു ക്ലബ് സീസൺ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ നാഷണൽ ടീമിലേക്ക് എത്തുമ്പോൾ ആൾക്ക് ആ ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. 2022 ഇതേ ഒരു സിനാരിയോ വരുന്നു. പിന്നെ സ്കലോണി തന്റെ പ്ലാനുകൾ മാറ്റി പരീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മുന്നോട്ടേക്ക് പോകാനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ അടുത്തൊരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു മാറ്റത്തിന് സാധ്യത ഉണ്ടോ? അത് പിന്നെ ലൗതാരോ മാർട്ടിനസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതൊരു ടാക്ടിക്കൽ ഗെയിമിൽ ഒരു കൃത്യം പൊസിഷനിങ് ഉള്ള പ്ലെയറാണ് ലൗതാരോ. കാരണം പുള്ളിക്ക് കൃത്യമായ ചാനലുകൾ ബോളെത്തുന്നു, പുള്ളി ഗോളാക്കുന്നു എന്നുള്ളതാണ് ക്ലബ് കരിയറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ. കാരണം അത് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അറ്റാക്കറാണ് ലൗതാരോ മാർട്ടിനസ്. അർജന്റീനയ്ക്ക് ഒരു പ്രശ്നം വെച്ചാൽ നേരത്തെ 2006 കാര്യം ഇവിടെ പറഞ്ഞു. 2006 വേൾഡ് കപ്പ് നമ്മളൊക്കെ ഓർക്കുന്നത് മറ്റൊരു നമ്പർ 10 പേരിലാണ്, യുവാൻ റോബൻ റിക്വൽമി അല്ലേ. റിക്വൽമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം സ്വന്തം ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയർ ആയിരുന്നു. റിക്വൽമിയാണ് കളിയുടെ പേസ് നിശ്ചയിക്കുക, റിക്വൽമിയാണ് കളിയുടെ ഒരു പിന്നെ അറ്റാക്ക് കൂട്ട കുറക്കുക ചെയ്യുക. ആ വിഖ്യാതമായ 24 ടച്ച് ഗോളിൽ പാസ് ഗോളിൽ 8 ടച്ച് റിക്വൽമിയുടെ ആയിരുന്നു. നമുക്കറിയാം, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതേപോലെ ആ കാലഘട്ടം കഴിഞ്ഞു. കാരണം സ്വന്തം നിലയ്ക്ക് കളിക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. നമുക്ക് ദൗർഭാഗ്യവശാൽ ഇപ്പോൾ അതില്ല. ഇപ്പോൾ കൃത്യമായിട്ടും കണിശമായ ടാക്ടിക്കൽ ഗെയിം കോച്ചുമാർ കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയറാണ് മെസ്സി ഉള്ളത്. അപ്പോൾ മെസ്സിയുടെ ഒരു താളത്തിനൊത്ത് കളിക്കാർ പിന്നെ എന്താ പറയുക പിന്നെ പാകപ്പെടുക എന്നുള്ളതാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിമരിയ അങ്ങനെ പ്ലെയറായിരുന്നു. മെസ്സിയുടെ മനസ്സ് വായിക്കുന്ന പിന്നെ ഒരാൾ. ഡിമരിയ പണ്ട് എഴുതിയൊരു കുറിപ്പിൽ ഡിമരിയ പറയുന്നത് മെസ്സിക്ക് മുകളിലും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ തോന്നുന്നു, മുകളിലും കണ്ടുള്ള ആളാണ് മെസ്സി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ മെസ്സിയുടെ ഒരു മനസ്സ് വായിക്കുക. ഇപ്പോൾ നേരത്തെ ഡീപോളിനെ പറ്റി പറഞ്ഞാൽ മെസ്സിയുടെ മനസ്സ് വായിക്കുക, മെസ്സിയുമായി റാപ്പ് ഉണ്ടാക്കുക, അതാണ് ഒരു പിന്നെ ആവശ്യം. ദൗർഭാഗ്യവശാൽ ഇതുവരെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൗതാരോ മാർട്ടിനസിന് മെസ്സിയുടെ ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അതാണ് പ്രശ്നമല്ല. ലൗതാരോ മാർട്ടിനസിൻ്റെ കുഴപ്പമല്ല. മെസ്സിയുമായുള്ള സിംഗിൾ അദ്ദേഹത്തിന് എവിടെയോ ചെറിയ മിസ്സിംഗ് ഉണ്ട്. അതൊരു പക്ഷേ അടുത്ത മത്സരങ്ങളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഒക്കെ അത് പരിഹരിക്കപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിള്ളേർക്ക് അത് പറ്റുന്ന പിള്ളേരുണ്ട് കേട്ടോ. കഴിഞ്ഞ ലോകകപ്പിൽ അതിൻ്റെ ഗംഭീരമായ ഉദാഹരണങ്ങളൊന്ന് ഹൂലിയൻ അൽവാരസും ക്രൊയേഷ്യക്കെതിരായ 2ാമത്തെ ഗോൾ, നെതർലൻഡ്സിനെതിരെ മാച്ചിൽ മൊളീന കൊടുത്ത പാസ്, അത് ഇവനെങ്ങനെ മനസ്സിലാക്കി നമ്മൾ ഈ ബോളിലേക്കല്ലാതെ ആ ഒരു 5 തൊട്ട് മുമ്പുള്ള ഒരു 5 നിമിഷം ഇതില് അനക്കങ്ങളില് അയാൾ വേറെ എവിടേക്കും നോക്കുന്ന നമ്മൾ കാണുന്നില്ല. പക്ഷെ മൊളീനെ പുറത്തൂടെ ഓടുന്നുണ്ട്. കൃത്യമായിട്ടും അത് മനസ്സിലാക്കുന്ന പുതിയ കളിക്കാരുണ്ട്. അതെ, ലൗതാരോ മാർട്ടിനസിന്റെ കാര്യത്തിൽ ചെറിയ മിസ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. എൻസോ മറാന്റെ മെസ്സിനെ നന്നായിട്ട് പറയുന്ന ആളാണ്. മെസ്സി കൃത്യമായി കൊടുത്തു വാങ്ങുന്ന പ്ലെയറാണ്. ഹൂലിയൻ അൽവാരസ് ഡെഫിനറ്റ്ലി, അതുപോലെ തന്നെ ഈ മൊളീനാണെങ്കിലും മൊണ്ടിയിലാണെങ്കിലും ഒക്കെ അതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെറിയൊരു മിസ്സിംഗ് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ മെസ്സി ആദ്യ ഗോൾ അടിച്ചതിന് ശേഷം കരയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ എന്തുകൊണ്ട് മെസ്സി കരയുന്നു എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം മെസ്സി പറഞ്ഞത് അത് സംതിങ് പേഴ്സണലാണ്, കളിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. അതായത് മെസ്സി ഈ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു പേഴ്സണൽ പ്രശ്നവുമായിട്ട് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു കനവുമായിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ ആ കനമൊന്നുമില്ലാതെ നമ്മൾ പറയും പോലെ ഒഴുകി നടക്കുക എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ ഈ ഒരു മത്സരത്തിൽ ആകെ കണ്ടു. എന്താണോ ആരാധകർ പ്രതീക്ഷിച്ചത് അത് കണ്ടു. പക്ഷേ മെസ്സി സബ് ചെയ്ത് പോകുമ്പോൾ അർജന്റീന ആരാധകർ അതുപോലെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു താരമാണ് കടന്നു വരുന്നത്, നിക്കോ പാസ് എന്നുള്ള ഒരു പ്ലെയർ. റയൽ മാഡ്രിഡിൽ നിന്ന് അവസരങ്ങൾ കിട്ടാതെ ലോണിൽ പോകുന്നു. കോമോയിൽ ഒരു വണ്ടർഫുൾ ക്ലബ് സീസൺ കഴിയുന്നു. തിരിച്ചു വരുന്ന എന്തായിരിക്കും അർജന്റീനയുടെ ഒരു നിക്കോ പാസിന്റെ ഭാവി? അർജന്റീനയിൽ ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു ലോകകപ്പിൽ ലയോണൽ മെസ്സിക്ക് പകരക്കാൻ അയാളുടെ അവസാനത്തെ ലോകകപ്പിൽ ലയോണൽ മെസ്സിയെ സബ് ചെയ്തത് നിക്കോ പാസ് ആണ്. നിക്കോ പാസ് എന്ന താരത്തിന് ഇതിലും വലിയൊരു സൗഭാഗ്യം ഉണ്ടാവാനുണ്ട്. അയാളുടെ കരിയറിലെ എല്ലാ കാലവും, അതായത് ലയോണൽ മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പിൽ എന്നെയായിരുന്നു സബ് ചെയ്തിരുന്നത്. അയാളുടെ ജീവിതം സാർത്ഥകമായി. നിക്കോ പാസിന്റെ അരങ്ങേറ്റം ഫ്രെയിം ചെയ്യുമ്പോൾ മെസ്സിക്ക് കൈ കൊടുത്ത് കയറുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ അവിടെ ഒരു റീപ്ലേസ്മെന്റ് സാധ്യത തുറന്നിടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയണൽ മെസ്സിയെ ഇതാ ഞങ്ങൾ നിക്കോ പാസിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോകുന്നു ഒരു പ്രഖ്യാപനം സ്കലോണി നടത്തുകയാണ്. അത് എത്ര കണ്ട് അയാൾക്ക് അവിടെ ഒരു ബദലാവാൻ കഴിയും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. എങ്കിൽ കൂടി ഒരു 20 മിനിറ്റ്, എത്ര മിനിറ്റ് കളിച്ചു നിക്കോ പാസ്? അല്പസമയം 20 മിനിറ്റിനടുത്ത്. അപ്പം ലയോണൽ മെസ്സിയെ പോലെ എന്താ പറയുക സ്കിൽഫുൾ അല്ലെങ്കിൽ അങ്ങനെ ടാലൻറ്റഡ് ആണ്, അതൊന്നും പ്രൂവ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. എങ്കിൽ കൂടിയും നിക്കോ പാസിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കാണുമല്ലോ സ്കലോണി. അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ക്ലബ് സീസണിലോ ക്ലബ് കളികളിലൊക്കെ നിക്കോ പാസ് എല്ലാവരും നിക്കോ പാസിനെ ശ്രദ്ധിച്ചിട്ടില്ല ഇതേവരെ. ഒരു വേൾഡ് കപ്പ് പോലെയുള്ള ഒരു മഹാമൈതാനത്തേക്ക് എത്തുമ്പോഴാണല്ലോ
കുറേ കൂടി ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോൾ നിക്കോ പാസിൻ്റെ ചുമലുള്ളത് വലിയ ഉത്തരവാദിത്വം, വലിയ ബാധ്യതയാണ്. അത് അയാൾക്ക് എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഫ്യൂച്ചറിൽ കാത്തിരിക്കാൻ വേണം. ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ ഡിഫൻസിൻ്റെ കേസിൽ പല സംശയങ്ങളായിരുന്നു. കാരണം മൊളീന കളിക്കുമ്പോൾ മുണ്ടിയലായിരിക്കും റൈറ്റിൽ, ലെഫ്റ്റ് ബാക്കിൽ ആരെ പരീക്ഷിക്കും, ഒരുപാട് മാറി. ഈ ഒരു ഇന്നത്തെ ഒരു മത്സരം വിലയിരുത്തുമ്പോൾ ഈ ഒരു ഡിഫൻസീവ് ലൈൻ സ്ട്രോങ് ആണ്. ഇനിയുള്ള മുന്നോട്ടുള്ള മത്സരങ്ങളിൽ ഇത് തന്നെ തുടരാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഡിഫൻസീവ് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റർ ബാക്കുമാരുടെ ഒരു പെർഫോമൻസ് ഇന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ റൊമാറോ ആവട്ടെ അല്ലെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ്. ലിസാൻഡ്രോയുടെ പ്രത്യേകിച്ചല്ല, അദ്ദേഹം ഒരു യുണൈറ്റഡിൽ കളിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്ലെയർ. കാരണം വെച്ചാൽ പുള്ളി ഒരു പ്രോപ്പർ ഒരു സെൻറ്റർ ബാക്ക് അല്ല, പകരം ബോൾ പ്ലേയിങ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായി പോലും പഴയ മസ്കരാനെ പോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി പോലും കളിക്കാവുന്ന, അതെ, മുന്നോട്ട് പന്ത് കൊടുക്കുന്ന പ്ലെയറാണ്. ഇന്ന് അദ്ദേഹം ഹൈറ്റ് കുറവാന്നുള്ള പല വിമർശനങ്ങൾ പണ്ട് പോൾ സ്കൂൾസ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, ഇത്രയും ഹൈറ്റ് കുറഞ്ഞ പ്ലെയറിന് ഒരിക്കലും പ്രൊഫഷണൽ ഫുട്ബോൾ വിജയം കഴിയില്ലെന്ന് പറഞ്ഞിടത്താണ് അദ്ദേഹം യുണൈറ്റഡിൽ വിജയം നേടിയിട്ടുള്ളത്. പക്ഷേ ഈ അർജന്റീനയുടെ കഴിഞ്ഞ വേൾഡ് കപ്പിലാവട്ടെ ഇപ്രാവശ്യമായാലും അദ്ദേഹത്തെ ലിസാൻഡ്രോയെ വളരെയധികം വിശ്വസിച്ചിട്ടുണ്ട് സ്കലോനി. ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ന് നോക്കിയാൽ അൾജീരിയയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എന്താ പറയുക, അറ്റാക്കിംഗ് ആണ് അവരുടെ അവരെ മാക്സിമം കിട്ടിയ ഗ്യാപ്പിലൂടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ. പക്ഷേ ഇന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ കാര്യത്തിൽ 2 ഫുൾ സെൻറ്റർ ബാക്കുമാരുടെയും കോൺട്രിബ്യൂഷൻ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ളത്. ഇത് ഈ ഒട്ടോമാറ്റിക് പിന്നെ അവസാനം വന്നെങ്കിലും ഒട്ടോമാറ്റിക് ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു ഹാൻഡ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് ഈ 2 സെൻറ്റർ ബാക്കുമാരും പെർഫെക്റ്റ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒട്ടമൻഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ അയാൾക്ക് അനുഭവ സമ്പത്തുണ്ട്, ശരിയാണ്. അയാൾ പക്ഷേ അയാളുടെ കാര്യത്തിൽ എപ്പോഴും നമുക്കൊരു പേടിയുണ്ടാവും, അല്ലേ? ഏത് സമയവും ഫൗൾ വഴങ്ങാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു ഗുണം. അയാൾ ഫൗൾ വഴങ്ങാൻ ചില അപകടകരമായ രീതിയിൽ ഒരു പെനാൽറ്റി കിക്കൊക്കെ വഴങ്ങേണ്ട രീതിയിലുള്ളൊരു ഫൗൾ വഴങ്ങാൻ അയാൾ മെനക്കെടാറില്ല. എന്നാലും നല്ല ബുദ്ധിപൂർവ്വം ടാക്കിൾ ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെ കെൽപ്പുള്ള ഒരാളാണ്. നിശ്ചയമായി നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആണ് ലിച്ച. ഇപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിൽ ഗാലറിയിലെ ദൃശ്യത്തിൽ സിനദിൻ സിദാൻ്റെ മുഖം നമ്മൾ തെളിഞ്ഞു കണ്ടു. കാരണം മകൻ ലൂക്കാസ് സിദാൻ അൾജീരിയക്ക് വേണ്ടി ഗോൾ വല കാക്കുന്നു, സിദാനെ എതിർന്ന് കാണുന്നു. അതിലപ്പുറത്തേക്ക് സിദാൻ നോക്കി കണ്ടത് മെസ്സിയായിരിക്കും. കാരണം 2006 എൽ ക്ലാസിക്കോ നമുക്കറിയാം, സിദാൻ്റെ ഒരു കരിയറിൻ്റെ അവസാനവും മെസ്സിയുടെ ഒരു കരിയറിൻ്റെ തുടക്കമാണ്. ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്നൊരു മത്സരമൊക്കെയായിരുന്നു. ഇപ്പോൾ എന്തായിരിക്കും ഈ ഒരു സിദാനും പറഞ്ഞിട്ടുണ്ടാവുക, നമ്മൾ ഒരുമിച്ച് കളിച്ച് വരെ എൻ്റെ മകനെതിരെ കളിക്കുന്നുള്ളത്. ഇപ്പോൾ മെസ്സിയുടെ ഒരു ലോങ്റ്റിവിറ്റി എന്നുള്ളത് എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം. നമ്മൾ റൊണാൾഡോയുടെ ഫിറ്റ്നസ്സും റൊണാൾഡോയുടെ ഒരു ലോങ്റ്റിവിറ്റി ഒക്കെ പറയും പോലെ മെസ്സിയെ അത്ര നമ്മൾ ഈ ലോങ്റ്റിവിറ്റീൻ്റെ കാര്യത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും ബേസിക്കലി? അതൊക്കെ ശരിക്കും പഠന വിധേയമാക്കേണ്ട, റിസർച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അയാൾക്ക് കുറേ കാലം ഗ്രൗണ്ടിൽ നിന്ന് വിട്ട് നിൽക്കേണ്ട രീതിയിലുള്ള ഒരു പരിക്കും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അതേസമയം അയാൾ അറ്റാക്കറാണ്, അയാളൊരു സ്ട്രൈക്കറാണ്. അങ്ങനെ സ്ട്രൈക്കർമാർക്കും അറ്റാക്കേഴ്സിനൊക്കെ ഉണ്ടാവേണ്ട ഒരു പരിക്കും മാറി നിൽക്കേണ്ട ഒരു കാലയളവ് അതൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ ഏത് സമയവും ഫൗൾ വഴങ്ങാൻ സാധ്യതയുള്ള ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് അയാളുടേത്. പക്ഷേ ഫൗൾ വഴങ്ങുന്നില്ല. ഈ ലോങ്റ്റിവിറ്റി ഇപ്പം അറ്റാക്കറാണെങ്കിൽ കൂടിയും ഈ ടാക്കിളുകളെ എങ്ങനെ ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ള ടാക്കിളുകളെ കുറിച്ചുകൂടി അയാൾ മൈൻഡിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആ ടാക്കിളുകളെ ഒരു പക്ഷേ ഡിഫൻഡർ മനസ്സിൽ കാണുന്നതിന് മുമ്പേ തന്നെ വരാൻ സാധ്യതയുള്ള ടാക്കിളിനെ കൂടി ഇയാൾ മനസ്സിൽ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഒഴിഞ്ഞു കളിക്കുന്നതിന് പോലും ഒരു സൗന്ദര്യമുണ്ട്. ആ ഒഴിഞ്ഞു കളിക്കൽ പോലും മറ്റൊരു തന്ത്രമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ലയണൽ മെസ്സിയെ പല വിഷയങ്ങളിലും പഠനവിധേയമാക്കുന്നതാണ്. ഈ ലോങ്റ്റിവിറ്റിയുടെ കാര്യത്തിലും അതൊരു റിസർച്ച് വിഷയം തന്നെയാണ്. എനിക്കൊരു കാര്യം അടയാളത്തിൽ ക്രിസ്ത്യാനെ പറ്റി പറഞ്ഞു. ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡ് വർക്കിൻ്റെയും അല്ലെങ്കിൽ കോൺഫിഡൻസിൻ്റെ ഒക്കെ അങ്ങേ തലമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഹൈറ്റുള്ള പ്ലെയറാണ്, നല്ല ബോഡി ഉണ്ട്. നമ്മളെല്ലാവരും അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പുള്ളി ഭയങ്കര ഫിസിക്ക് ഭയങ്കരമായിട്ടുള്ള ഈ 41-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഒരു മനക്കരുത്ത്, അദ്ദേഹം കാണിക്കുന്ന വാശി, അങ്ങനെ ഒരു അച്ചീവർക്ക് ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളുമാണ് ക്രിസ്ത്യാനോക്കുള്ളത്. മെസ്സി നോക്കൂ, മെസ്സി കരയാറുണ്ട്, മെസ്സി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ. ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റപ്പോൾ ഞാൻ അടുത്ത് കളി നിർത്തിപ്പോയി എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു ദൗർബല്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ, ഇമോഷൻസ് അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിന് മുമ്പ് വരെ അദ്ദേഹം മൈതാനത്ത് ഒരു ഇൻട്രോട്ടിനെ പോലെയാണ്, കാര്യമായിട്ട് റിയാക്ഷൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു വ്യത്യാസം നമ്മൾ കണ്ടിട്ടുള്ളത് മെസ്സി പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഹ്യൂമൻ
ഒരു സാധാരണ ഒരു മനുഷ്യൻക്കുള്ള എല്ലാ വിചാര വികാരങ്ങളും ഉള്ള ഒരാളാണ് മെസ്സി. മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ മെസ്സി പറഞ്ഞത് എൻ്റെ ഫിസിക്ക് അനുവദിക്കുമെങ്കിൽ മാത്രം അടുത്ത വേൾഡ് കപ്പ് എന്ന് പറഞ്ഞത്. ക്രിസ്ത്യാനെങ്കിൽ പറയും അടുത്ത വേൾഡ് തീർച്ചയായിട്ടും കളിക്കുമെന്ന് പറയും. കാരണം ക്രിസ്ത്യാനോയുടെ ഒരു സ്റ്റൈൽ അതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ സ്വന്തത്തെ പറ്റി വിചാരമുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരാളാണ് മെസ്സി. എന്നിട്ടാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത്ര വലിയൊരു ഫിസിക്കുള്ള പ്ലെയറൊന്നുമല്ല. എന്നിട്ട് പോലും ലോകത്തെ ഇപ്പോൾ ഗോട്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കണമെങ്കിൽ സേഫ് പറഞ്ഞ പോലെ അത് പഠിക്കുക തന്നെ വേണം എന്നുള്ളത്. അല്ല, ഈ ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഇയാൾ ബാഴ്സലോണ ജേഴ്സിയിൽ അയാൾ കരയുന്നത് നമ്മൾ എത്ര തവണ കണ്ടു? അവസാനം റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒക്കെ അയാൾ കരഞ്ഞു. അതിനു മുമ്പ് നമ്മൾ ബാഴ്സലോണയുടെ ഏതെങ്കിലും മാച്ചിലോ എപ്പോഴെങ്കിലും അയാൾ ഈ നാഷണൽ ജേഴ്സിയിൽ ഇത്ര ഇമോഷൻ? പക്ഷെ അതിന് കാരണം വെച്ചാൽ ബാഴ്സലോണയിലൊക്കെ ഈ നാഷണൽ ജേഴ്സിയിൽ കിട്ടിയ അത്ര തിരിച്ചടികൾ അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശരിയാണ്. പക്ഷെ അയാൾ കുറെ കൂടി ഇമോഷണൽ ആവുന്ന ഈ നാഷണൽ ജേഴ്സി. തീർച്ചയായിട്ടും ആ ജേഴ്സിയോട് അയാൾക്കുള്ള ഒരു തരം സ്പെയിനിന് വേണ്ടി കളിക്കാൻ അർഹത ഉണ്ടായിരുന്ന ആളാണ് മെസ്സി. കാരണം 9-ാം വയസ്സിൽ സ്പെയിനിൽ കുടിയേറിയിട്ടുള്ള ആളാണ്, സ്പെയിൻ പാസ്പോർട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും സ്പെയിനിന് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ 2010 ഒക്കെ വേൾഡ് കപ്പ് അടിക്കേണ്ടിയിരുന്ന പ്ലെയറാണ്. അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ട് അർജന്റീന കളിച്ചതാണ്. അപ്പോൾ ആ ഒരു അർജന്റീന എന്ന് പറയുന്ന ആ ഒരു വികാരം, വികാരം അത് അയാളായിട്ട് വല്ലാതെ ബോണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അർജന്റീനയുടെ ഇനി ഗ്രൂപ്പ് സ്റ്റേജിലുള്ള മത്സരങ്ങൾ ഒന്ന് ജോർദാനാണ്, ഒന്ന് ഓസ്ട്രിയ ആയിരിക്കും. എന്തായിരിക്കും ഈ ഒരു മത്സരങ്ങൾ അർജന്റീനയ്ക്ക് മുന്നിൽ ഒരുക്കുന്നത്? ജോർദാൻ എനിക്ക് തോന്നുന്നു ഈസി ആയിരിക്കും, പക്ഷെ ഓസ്ട്രിയ ഇച്ചിരി കടുപ്പായിരിക്കും. എന്തായാലും 2 മത്സരത്തിലും അയാൾ സ്റ്റാർട്ട് ചെയ്യും, നോ ഡൗട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക്, അടുത്ത നോക്കൗട്ട് റൗണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ ആര് വരും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിലാണെങ്കിൽ സ്പെയിൻ വന്നാൽ ആദ്യം ഒരു ഫൈറ്റായിരിക്കും. അപ്പോൾ ഫുട്ബോൾ ഫാൻ സംബന്ധിച്ചോളം അത് നഷ്ടമായിരിക്കും. ഏതെങ്കിലും ഒരു ടീം ഇത്രയും ഏർലി സ്റ്റേജിൽ പുറത്ത് പോകേണ്ടി വരിക എന്നുള്ളതൊരു നഷ്ടമായിരിക്കും. സ്പെയിൻ്റെ ഗ്രൂപ്പ് ഒരു വല്ലാത്ത ഒരു മരണ ഗ്രൂപ്പായി മാറുന്നു ആദ്യത്തെ മാച്ച് കഴിഞ്ഞോടുകൂടി. കേപ്പ് വെറുതെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അപ്പോൾ ഇനി ഉറുഗ്വേ സാധ്യ ടീമാണ്, സാധ്യ ടീം, അസാധ്യ കളിയാണ്. സൗദിയുടെ ആ ഗോളിയോടാണ് കഴിഞ്ഞാൽ തോറ്റുപോയത്. ഇനി എല്ലാ കളിയിലും അങ്ങനെ ആയിക്കോളണം എന്നൊരു നിർബന്ധമില്ല. ഉറുഗ്വേയുടെ മാനേജർ മാർസലോ ബിയൽസ ആണ്. മാർസലോ ബിയൽസ എന്ന് പറയുമ്പോൾ 2002 നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ഈ എന്താ പറയുക, ആ അർത്ഥത്തിൽ ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തിനൊപ്പം ഏതെങ്കിലും അർത്ഥത്തിൽ അയാൾ മാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഈ സമീപകാലത്തൊക്കെ ഇപ്പോൾ ലീഡ്സ് യുണൈറ്റഡിനാണ് അവസാനം ശ്രദ്ധേയമായിട്ട് വന്നിട്ടുള്ളത്. ഈ തോന്നുന്നു യൂറോഗ്യൻ മുമ്പത്തെ ലീഡ്സിലായിരുന്നു. ഇപ്പോൾ റഫീഞ്ഞ എന്ന് പറയുന്ന ബ്രസീൽ പ്ലെയർ, ആ പ്ലെയർ അങ്ങനെ ആക്കി ട്രാൻസ്ഫോം ചെയ്തത് ബിയൽസയാണ്. അറ്റാക്കിങ് 3-3-1 എന്ന് പറയുന്ന അറ്റാക്കിംഗ് ഫോർമേഷൻ്റെ അതാണ് ഇന്നലെ കണ്ടത്, ഉറുഗ്വ കണ്ടത്. അറ്റാക്ക് ചെയ്തിട്ട് നിലംപരിശാക്കുക. നിങ്ങൾ സൗദി മാച്ച് ശ്രദ്ധിച്ചോ അറിയില്ല, മാച്ച് കഴിഞ്ഞപ്പോൾ സൗദി കളിക്കാരൊക്കെ ക്ഷീണിച്ചിട്ട് അവർ ഇത് കഴിഞ്ഞ് കിട്ടില്ലോ എന്നുള്ള തരത്തിലാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം തീർച്ചയായിട്ടും ഉറുഗ്വേൻ്റെ ഭാഗത്ത് സ്പെയിനിന് വരും, അതിലൊരു സംശയമൊന്നുമില്ല. ജയിക്കോ തോൽക്കുന്നുള്ള അവരുടെ വിഷയം, പക്ഷേ സ്പെയിനിന് അത്തരത്തിലുള്ള കളിക്കാർ അവർക്കുണ്ട്. ഫെഡെ വൽവർദെ പോലെയുള്ള കളിക്കാർ അവർക്കുണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇവരുടെ ഈ ഒരു ബേൽസ ശൈലി, ബേൽസ ബോൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ന് ഫുട്ബോൾ ലോകത്ത് അന്യം നിന്ന് പോകുന്ന തരത്തിലുള്ള ഏറ്റവും അറ്റാക്കിങ്, ഡിഫൻസിന് വേണ്ടി ചിന്തിക്കുകയും ചെയ്യാത്ത അറ്റാക്കിങ് ഈസ് ദി ഡിഫൻസ് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് സ്പെയിന് രക്ഷപ്പെട്ടു പോരുക എന്നുള്ളത് വളരെ ഉറുഗ്വേ വന്നാലും സ്പെയിൻ വന്നാലും രണ്ടും പണിയായിരിക്കും അർജന്റീനക്ക് നോക്കൗട്ട് റൗണ്ടിലെ ഫസ്റ്റ് മാച്ച്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നമുക്ക് ഓസ്ട്രിയ ഒന്നും കൂടി ഒന്ന് പറയാൻ തോന്നുന്നു. ഓസ്ട്രിയ നമുക്കറിയാം റാൾഫ് റാഗ്നിക്കാണ്, യുണൈറ്റഡിൽ വന്നു, പക്ഷേ യുണൈറ്റഡിൽ അത്ര ഒരു പേരെടുക്കാതെ പോയൊരു പക്ഷേ ഓസ്ട്രിയ അയാൾ മൊത്തത്തിൽ അങ്ങോട്ട് ഉടച്ചു വാർത്തു. ഓസ്ട്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡേവിഡ് അലാബക്ക് അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാത്തൊരു കാലത്ത് നിന്ന് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് വരുന്ന ടീമുകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നൊരു ടീമുകളിൽ ഏറ്റവും നല്ലൊരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാകുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രിയ വേഴ്സസ് അർജന്റീന മത്സരം എന്തായിരിക്കും സാധ്യതകൾ? ഓസ്ട്രേലിയ അർജന്റീന മത്സരത്തിൽ അർജന്റീനയ്ക്കാണ് മേൽക്കൈ തീർച്ചയായിട്ടുള്ളത്. കാരണം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ പോളണ്ട് ഓസ്ട്രേലിയ ടീമുകൾ എല്ലാ കാലത്തും ഹൈലി അറ്റാക്കിംഗ് ആയിട്ടുള്ള ഹൈ പേസ് ഗെയിം കളിക്കുന്ന ടീമുകളാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ശ്രദ്ധിച്ചറിയാം, യൂറോ കപ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ് കളി. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീന ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു സംഗതിയുണ്ട്. പിന്നെ അർജന്റീന ഇത്തരം ടീമുകളെ അർജന്റീന കണ്ടം ചെയ്യുന്ന ശൈലി എന്ന് പറഞ്ഞാൽ അർജന്റീനയ്ക്ക് സ്ഥിരമായിട്ടൊരു ശൈലി ഇല്ല എന്നുള്ളതാണ്. അവിടെ സ്കലോണിയുടെ ഒരു സംഗതി, ചില അയാൾ ഗെയിം റീഡ് ചെയ്തിട്ട് കളി മാറ്റുന്ന തരത്തിലുള്ള തീർച്ചയായിട്ടും അതുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫ്രാൻസിനെതിരെ കളിച്ച കളി പോലും ഇത്തരത്തിലുള്ള ഒരു ഗെയിം റീഡിങ് അറിയുന്ന കോച്ചാണ് സ്കലോണി. അപ്പോൾ ആ മാച്ചിനകത്ത് തീർച്ചയായിട്ടും സേഫ് പറഞ്ഞ പോലെ മെസ്സി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ഓൾമോസ്റ്റ് പ്രോബബിളാണ്. പക്ഷേ ഈ കളിയുടെ ശൈലിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ
അവസാനമായിട്ട് മെസ്സി ഒരുപാട് റെക്കോർഡുകൾ 8-9 റെക്കോർഡുകൾ ഒരൊറ്റ മത്സരം കൊണ്ട് തിരുത്തി കുറിച്ചു. ഇനി മെസ്സിക്ക് മുമ്പിലുള്ളതൊന്ന് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ റെക്കോർഡിൽ സാക്ഷാൽ പെലെയെ മറികടക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ്. സ്വാഭാവികമായിട്ടും മെസ്സിയുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ചിട്ട് ഈ ഒരു അടുത്തൊരു മത്സരം കൊണ്ട് തന്നെ ഒരുപക്ഷെ തിരുത്തി കുറിച്ചേക്കാം. എന്തായിരിക്കും മെസ്സിയുടെ ഈ ഒരു വേൾഡ് കപ്പ് റണ്ണിൽ മൊത്തത്തിൽ എന്തായിരിക്കും മെസ്സിക്ക് ഒരു സ്റ്റാറ്റ്സിന് എത്രത്തോളം മുന്നോട്ടേക്ക് അല്ല, മുന്നോട്ട് പോകുന്തോറും അത്യപൂർവമായ പല റെക്കോർഡുകളും ഇന്നിപ്പോൾ ഗോൾ കോൺട്രിബ്യൂഷനിൽ മുന്നിലെത്തി. ഗോൾ കോൺട്രിബ്യൂഷനിൽ അപ്പോൾ നമ്മൾ ഓർക്കാത്ത ഒരുപാട് കണക്കുകളുണ്ട്. ആ കണക്കുകളൊക്കെ അയാൾ ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്ന്. അപ്പം ചിലതൊക്കെ അയാൾ മനസ്സിൽ കാണുന്നുണ്ടാകണം. അപ്പോൾ മുന്നോട്ട് പോകും തോറും ഞാൻ പറയുന്ന ഈ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിയും അർജൻറ്റീനയും ഫൈനൽ വരെ പോട്ടെ. കാരണം നമുക്ക് ഇനിയൊരു അവസരമില്ലല്ലോ. ഇത് മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ള അവസാനത്തെ അവസരമാണ്. അയാളെ കണ്ണ് നിറയെ കണ്ട് ആസ്വദിക്കാനുള്ള അവസാനത്തെ അവസരം. അതുകൊണ്ട് ഏർലി സ്റ്റേജിലെങ്ങാനും അർജന്റീനയും മെസ്സിയും പോയി കഴിഞ്ഞാൽ മറ്റേ ഫിഫ മഞ്ചേരി ആദ്യ റൗണ്ടിൽ പോകുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പോലെ ആയി പോകും. അപ്പോൾ എത്രയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നു അത്രയും മുന്നോട്ട് പോകട്ടെ, നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ളതാണ്. ഓരോ നിമിഷവും എൻജോയ് ചെയ്യാം. 2006 പിന്നെ സെർബിയക്കെതിരെ അവസാനം സെക്കൻഡ് ഹാഫിലാണ് മെസ്സി കളിത്തറ. എനിക്ക് ഇതിപ്പോഴും ആ പിക്ചർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മെസ്സി ഇങ്ങനെ അക്ഷമനായിട്ട് നോക്കി നിൽക്കുന്നതും ആ മാച്ചിൽ ഗോൾ അടിക്കുന്നതും ഗോൾ അടിപ്പിക്കുന്നതും ക്രിസ്പേക്കൻ ഗോൾ അടിപ്പിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ് ഒരു പ്ലെയറിനെ. ഇപ്പോൾ ആ ഒരു അധ്യായം 20 വർഷം കഴിഞ്ഞു. ആ അധ്യായം ഇങ്ങനെ പതുക്കെ ക്ലോസ് ആയി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അധ്യായത്തിൻ്റെ അവസാന പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം പേജുകൾ ഉണ്ടാവട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. ഇപ്പോൾ 2006 മുതലുള്ള വേൾഡ് കപ്പ് കണ്ട രണ്ടാളുകളാണെങ്കിൽ അപ്പോൾ രണ്ടാളോടും കൂടി ചോദിക്കാനുള്ളത് മെസ്സിയുടെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ കണ്ട ഒരു വേൾഡ് കപ്പിലെ മത്സരം ഏതായിരിക്കും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 2022 ക്രൊയേഷ്യക്കെതിരായ മാച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മെമ്മറബിളായ, നിറഞ്ഞു കളിക്കുകയും എന്താ പറയുക എല്ലാത്തിൽ ഒരു ഡോമിനേഷനോടുകൂടി കളിക്കുകയും ചെയ്ത ഒരു ഗംഭീര മാച്ച്. കാരണം അതിൽ അദ്ദേഹത്തിന് കുറേ കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. അതേസമയം ഈ സെമി ഫൈനലപ്പുറത്തേക്ക് ഒരു ഫൈനലിലേക്ക് കടക്കാൻ ഒരു കടമ്പ പിന്നിടാൻ കഴിയാത്തതിൻ്റെ പലതരം എന്താ പറയുക ശാപം എന്നൊക്കെ പറയുന്നത് അതൊക്കെ മറികടന്നുകൊണ്ട് ഫൈനലിലേക്ക് കടക്കുന്നു. ക്രൊയേഷ്യക്കെതിരായി കണക്ക് നിൽക്കുന്നു. ഫുൾ ഡോമിനേഷൻ എന്ന് വെച്ചാൽ ക്രൊയേഷ്യ ബ്രസീലിനെ മുക്കി വരുന്ന ക്രൊയേഷ്യയെ ബ്രസീലിനോടുള്ള കണക്ക് കൂടി അർജൻറ്റീന തീർത്തു കൊടുക്കുന്നു. ആ രീതിയിലൊരു ഫുൾ സ്വിങ്ങിൽ ഫുൾ പവറിൽ വന്നൊരു മാച്ച് ക്രൊയേഷ്യക്കെതിരായ മാച്ചാവുന്നത്. എനിക്ക് എൻ്റെ മനസ്സിലുള്ള മറികടന്നു പോയ ആ ഒരു പോലെ മറ്റേ മൊമെന്റ്സുള്ള മാച്ചായിരുന്നു. ഒരുപാട് മൊമെന്റ്സ് ഉള്ള മാച്ചായിരുന്നു അത്. എനിക്ക് കഴിഞ്ഞ 2022 ഫൈനലായിരുന്നു. കാരണം ഒരു മെസ്സി അത്രയും മനസ്സ് കൊടുത്ത് കളിയില്ല. വേൾഡ് കപ്പ് ത്രൂഔട്ട് കളിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ എന്നാലും ഇത്രയധികം മനസ്സ് കൊടുത്ത് കളിച്ചൊരു മാച്ച് ഞാൻ വേറെ കണ്ടിട്ടില്ല. കാരണം 2 ഗോളിന് മുന്നിട്ട് നിൽക്കുമ്പോൾ 2 ഗോൾ തിരിച്ചു വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ അർജന്റീന ഫാൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള ഫീലിംഗ് ആണ്. അവിടെ നിന്ന് മെസ്സിയാണ് വീണ്ടും ഒരു ഗോൾ അടിക്കുന്നത്. എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് നമ്മളിപ്പോഴും റീപ്ലേകളിലൊക്കെ കാണുന്ന സാധനം എന്താ വെച്ചാൽ നമ്മുടെ അവസാന നിമിഷം കോളോ മുവാനിയുടെ ആ ഷോട്ട് എമ്മി മാർട്ടിനസിൻ്റെ അടുത്തേക്ക് വരുന്ന നിമിഷത്തിൽ മെസ്സി നിൽപ്പുണ്ട്. എല്ലാം തകരുന്ന കാഴ്ച മുന്നിൽ വരുന്നത്. അത് ഭയങ്കര ഇമോഷണൽ സാധനമാണ്. കാരണം മെസ്സി അതുവരെ ഞാൻ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കൊട്ടാരം, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സാധനം ഇതാ തകർന്നു പോവുകയാണോ എന്നുള്ള ഒരു അർദ്ധ നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നിപ്പോകുന്ന ആ മുഖഭാവം, ആ ഒരു പിക്ചർ ഇങ്ങനെ ഇപ്പോഴും റീലുകളിൽ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും അത് ആ ഒരു ബ്ലോക്കോട് കൂടിയാണ് വീണ്ടും ചാർജ് ആവുന്നതും. ഫസ്റ്റ് കിക്ക് പെനാൽറ്റിയിൽ മെസ്സി ധൈര്യപൂർവ്വം എടുത്ത് വളരെ സിമ്പിളായിട്ട് നെറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫൈനലാണ് ഏറ്റവും നന്നായിട്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മെക്സിക്കോ മാത്രമല്ല നെതർലാൻഡ്സിനുള്ള മാച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുപിതനായ സംഭവം ഉണ്ട്, ആ കോച്ചിനെ ചീത്ത വിളിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാ കളികളും. പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഫൈനൽ ആണ് മെസ്സിയുടെ അദ്ദേഹം അത്രയധികം അതിൻ്റെ പാരമ്യതായിരുന്നു. അപ്പോൾ സ്വാഭാവികം എനിക്ക് ഇത്രയുള്ള കാലത്ത് ഏറ്റവും അടിപൊളി തോന്നിയിട്ടുള്ള മാച്ച് അതാണ്.